അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് അവിടെ ഒരുപടി ഫയർ വർക്സുകളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കൂട്ടായ്മകളും, എല്ലാ ഗ്രൂപ്പുകളിലും. ഈ ഹഡ്സൺ റിവറിനോട് ചേർന്നിട്ട് അതിനോട് സൈഡിൽ കൂടെ കംപ്ലീറ്റ് പാർക്കുകളുണ്ട്. ആ പാർക്കുകളെല്ലാം തന്നെ വെടിക്കെട്ടുകൾ, ഫയർ വർക്സുകളുണ്ട്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്ന വാഹനങ്ങളാണ് ഈ നമ്മുടെ വഴിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സദാസമയം എല്ലായിടത്തും സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിഭയങ്കര തിരക്കാണ്. ഇതാ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പാർക്കിലെ തദ്ദേശീയ ആൾക്കാർക്ക് മാത്രമേ വണ്ടിയോടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവർ പുറത്ത് പാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ വരാം. ഇവിടെ വിശാലമായ സ്ഥലത്ത് ഓരോരുത്തരും ബാർബിക്യൂ നടത്തുന്നു, കളികൾ നടത്തുന്നു, ആഹ്ലാദം നടത്തുന്നു, വിശ്രമിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളും ആൾക്കാർ സമ്മേളിച്ചിരിക്കുകയാണ്. മനോഹരമായ സായനമാണ്. സമയം ഇപ്പോൾ 7:30-8 മണിയായി, രാത്രി 8 മണിയായി. പക്ഷേ അവിടെ ഇപ്പോഴും ഇത്ര കണ്ട് വെളിച്ചമാണ്. അങ്ങനെ ഇരിക്കുന്ന അവിടെ എല്ലാ ആൾക്കാരും അവരുടെ സ്ഥലം, അതായത് വെടിക്കെട്ട് എവിടെയാണ് കാണാൻ കൂടുതൽ സൗകര്യപ്പെടുക എന്ന സ്ഥലത്തേക്ക് ആൾക്കാർ പലരും മാറുന്നു. ഇവിടെ അല്പം കഴിയുമ്പോഴേക്ക് എല്ലാ ആൾക്കാരും ശാന്തമായിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അല്പം കഴിയുമ്പോഴേക്ക് അതിഭയങ്കരമായൊരു കാറ്റും മഴയും വരുന്നുണ്ട്. ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം മുൻകൂർ ഇവിടെ കാലാവസ്ഥ പ്രവചനം നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം കറക്റ്റാണെങ്കിലും ഇതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങ് അകലെ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. കാറ്റും മഴയും ആരംഭിക്കുകയാണ്. കാറ്റാണ് ആദ്യം ആരംഭിക്കുന്നത്. ഈ കാറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ മഴ പെയ്താൽ കുട കയ്യിലെടുത്തിരുന്നു. പക്ഷേ കുട നമ്മുടെ വണ്ടിയിൽ വെച്ചു. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളൊരു കുടയും ഇവിടെ നിൽക്കില്ല. അത്ര ഭയങ്കരമായ കാറ്റാണ്, ഗംഭീരമായ കാറ്റാണ്. കാറ്റിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൂടി പറ്റുന്നില്ല. നമ്മുടെ തൊക്കുകൾ തെറിച്ച് പോകുന്നു. ഫോൺ പിടിച്ചത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഫോണൊക്കെ തെന്നി മാറുകയാണ്. നമ്മളും തെന്നി വീഴാൻ പോവുകയാണ്. ആളുകളെല്ലാ ആൾക്കാരും പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുന്നു. അത്രയും പരിഭ്രാന്തമെന്നില്ല, പക്ഷെ വരുന്നു ഒരു പുതുമല്ല ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷേ കാറ്റ് അതിഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിന് കൂടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ ആളുകളൊക്കെ ഞങ്ങൾക്ക് കരുതി മരത്തിന് ചുവട്ടിൽ പോയി നിൽക്കാം. പക്ഷേ അവിടുത്തെ മരത്തിന് പ്രത്യേകത, അവിടെ മരങ്ങൾക്കൊന്നും തീരെ ഭേദമില്ല, പെട്ടെന്ന് മറിഞ്ഞു വീഴാം. കാറ്റതിശക്തമായതോടുകൂടി തന്നെ നിവൃത്തിയില്ലാതെ എല്ലാ ആൾക്കാരും ഓടേണ്ട അവസ്ഥയായി. എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുകയാണ് മാത്രമാണ്. എങ്ങോട്ട് രക്ഷപ്പെടും? അപ്പുറത്ത് പുഴയാണ്, ഇപ്പുറത്ത് നീണ്ട പാർക്കാണ്. പാർക്കിൽ നിറയെ മരങ്ങളാണ്. ഈ മരങ്ങൾ കടപുഴി വീഴാം, മരങ്ങൾ കമ്പുകൾ ഒടിഞ്ഞു വീഴാം, പല പ്രശ്നമുണ്ട്. അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ തൊട്ടപ്പുറത്തുനിന്ന് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. കാരണം അതിഭയങ്കരമായ മഴയാണ്, അതുപോലെ തന്നെ കാറ്റാണ്. കാറ്റിലും വലിയ മഴയാണ്, മഴയിലും വലിയ കാറ്റാണ്. കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉത്സാഹത്തിലാണ്, ആഘോഷത്തിലാണ്. ഒരു ഇടി ഇങ്ങനെ മിന്നിയാ ഉടനെ, ഇടിയോടെ പടക്കം പൊട്ടിയ ഉടനെ ഫയർ വർക്സ് കാണാൻ വന്നതല്ലേ, ഭയങ്കര ആഘോഷം, തുള്ളിച്ചാടിയായിരുന്നു. ഇപ്പോഴെങ്ങാനും അങ്ങനെ ഒരു ഇടി വെട്ടിയാൽ, ഇടി ശബ്ദം കേട്ടാൽ നിങ്ങളെ ലൈവായി അത് കേൾപ്പിക്കാം. ഇത് മുകളിലത്തെ നിലയിൽ നിന്ന് ചാടുന്ന വെള്ളമാണ്. പക്ഷേ ഞങ്ങൾ സുരക്ഷിതരായി ഇതിനപ്പുറത്ത് ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. ഏതായാലും ആഘോഷം കാണാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടി. സമയത്ത് നേരത്തെ തന്നെ എത്തി. ആരവം കേൾക്കുന്നു, ഇടി വരുന്നുണ്ട്. വേനൽക്കാലത്തൊരു കുഴിയുള്ള മഴയല്ലേ, അതുകൊണ്ട് ഇടി ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ചിലർ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീടുകളിലേക്ക് മടങ്ങുന്ന രംഗമാണ്. ചിലരുടെ കെട്ടിങ്കിടയൊക്കെ എടുത്ത് എന്തെല്ലാം സന്നാഹങ്ങളുടെ ഓരോരുത്തരും വന്നെന്നറിയാം. എല്ലാ സന്നാഹങ്ങളും മാറ്റി ഓരോരുത്തരും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏതായാലും ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വിഷമിച്ച് പോയതിന്. അത്ര സുരക്ഷിതമാണ്. നമ്മളിവിടുത്തെ ചുമന്ന കുട ഇവിടെയുണ്ട് കേട്ടോ. ചുമന്ന കുട ആളുകളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഒരു ട്രെയിൻ വന്നു. സാധാരണ യാത്രക്കാരും ഈ പ്രോഗ്രാമിന് വന്ന് നിരാശരമാകുന്ന ആൾക്കാരുമൊക്കെ ആ ട്രെയിനിൽ കയറി സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഈ കൂടിനുള്ളിൽ ഒരു പട്ടിയുണ്ട്, ഒരു കുഞ്ഞു പട്ടി. അത് അല്പം തല ഉയർത്തി നോക്കി. അപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞു, ഈ പട്ടി കടിക്കുന്ന പട്ടിയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ കടി കിട്ടുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പട്ടി ചിലപ്പം ആക്രമം അഴിച്ചുവിടാം. എന്നാലും കൊച്ചും ഞങ്ങളുടെ അടുത്തിരിപ്പുണ്ട്. എന്നാലും നമ്മളെ നമ്മുടെ ദൈവം കാത്തോളൂ. ഓക്കെ. സമയം രാത്രി 9 മണി കഴിഞ്ഞു. ഫയർ വർക്സ് 9 മണിക്കാണ് പറഞ്ഞത്. കുറേ ആൾക്കാർ പിരിഞ്ഞുപോയി. അതുകൊണ്ട് യാതൊരു വർക്കൊന്നും ഉണ്ടാവില്ല. ട്രെയിനിൽ കയറി ആളുകളും യാത്രയാകുകയാണ്. അങ്ങനെ ഞങ്ങളും തിരികെ പോകാനായി ഇറങ്ങി. പുറത്തെത്തിയപ്പോൾ അറിയുന്നു ഫയർ വർക്സ് ഉടനെ ആരംഭിക്കുമെന്ന്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.